ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പുരുഷൻ, അത് കാമുകനായിക്കോട്ടെ പാർട്ട്ണർ ആയിക്കോട്ടെ, ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഡിവോഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, കണ്ടിന്യൂ ചെയ്യണ്ട, എനിക്ക് മൂവ് ഓൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഒന്നാമതായിട്ട്, ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ഒരുപാട് ബഗ് ചെയ്ത് നമ്മുടെ ആ ഒരു സെൽഫ് ലവ് ഒക്കെ കളഞ്ഞുകൊണ്ട് നമ്മൾ അവരുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. അതിന് പകരം അവരെ പോകാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അഥവാ നമ്മൾ അവരെ ശല്യം ചെയ്യാതിരിക്കുക, അവർക്കൊരു സ്പേസ് കൊടുക്കുക, തിങ്ക് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കുക. ഇനി അങ്ങനെ എന്തെങ്കിലും വഴക്കിലാണെങ്കിൽ അവരോട് പറയാം, നമുക്ക് കുറച്ച് ദിവസം നമുക്കൊന്ന് വിട്ടു നിൽക്കാം, അതിനുശേഷം നമുക്കിതിനെപ്പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞ് ഒരു സ്പേസ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ മൂവ് ഓൺ ചെയ്യുകയല്ല വേണ്ടത്, നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് ആ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആക്കണം, വളരെ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം, അങ്ങനെയുള്ള ഒരു ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ആരെങ്കിലും ഇങ്ങനെ ബ്രേക്കപ്പ് എന്നുള്ള ഒരു സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുക. നമുക്ക് ലവ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അത് 21 ദിവസത്തെ കോഴ്സാണ്. അപ്പോൾ ഈ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് അത് ചെയ്യുന്നത് കൊണ്ട് അത് ഒരു 21 ഡേയ്സ് പരിശീലനമാണ്. അതിലൂടെ കടന്നു പോകുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാനും മാത്രമല്ല അത് പാച്ചപ്പായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനും കഴിയും. കാരണം നിങ്ങളുടെ തോട്ടിന് ശക്തിയുണ്ട്. നിങ്ങളുടെ തോട്ട് വേണ്ട രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ നിങ്ങൾ ആ കോഴ്സിലോട്ട് വരുമ്പോൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെയാണ് വിഷ്വൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ തോട്ടിൻ്റെ പവർ വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ വളരെ ക്ലാരിറ്റി കിട്ടും. അത് ഉപയോഗിക്കുകയും കുറച്ച് ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കുകളുണ്ട്. അത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഹീലാവുകയും ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ലവ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു കോഴ്സിലോട്ട് വരാം. മൂവ് ഓൺ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ഇനി മൂവ് ഓൺ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ ആരാണ്? ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇല്ലെങ്കിൽ, അഥവാ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി ലൈഫിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ആരായിരിക്കും, നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കുറച്ച് സമയം ഇരിക്കുക. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ ഇന്നതാണ്, എനിക്ക് ഇന്നൊക്കെ പർപ്പസുകളുണ്ട്. ചിലപ്പോൾ ആ വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നത് നമുക്കൊരു ബ്ലെസ്സിങ് ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് നമ്മളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും നമ്മുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ചിലപ്പോൾ സാധിക്കും. ആ ഒരു ടൈം പീരീഡ് നമ്മൾ അതിലോട്ടൊന്ന് ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എനർജി ആയിരിക്കും. പക്ഷെ പല ആളുകളും പറയാം എനിക്കൊന്നിനും പറ്റത്തില്ല എന്നാണ് പറയാറ്. അത് ചുമ്മാ മടിച്ചിരിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്തെങ്കിലും കരിയർ ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ ഡബിൾ റിസൾട്ട് ആയിരിക്കും കിട്ടുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് പേരെ കൺസൾട്ടിങ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയൊരു കൂടുതൽ റിവ്യൂസും അങ്ങനെയാണ്. സോ അതുകൊണ്ട് തന്നെ ആ പെയിൻഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കരിയറിൽ ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്, എനിക്ക് സക്സസ് ആവണം. ചിലപ്പോൾ ആ സക്സസിൻ്റെ പേരിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ബ്രേക്കപ്പ് ആവുന്നത്. നിനക്കൊന്നിനും പറ്റില്ല, നിനക്കൊന്നിനും കഴിയില്ല, നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളുടെ മുമ്പിൽ വിജയിച്ച് കാണിക്കുക എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി യു ഹാവ് ടു ഫോക്കസ് ഓൺ യുവർ കരിയറിൽ ഫോക്കസ് ചെയ്യുക. ആ പെയിനെ നിങ്ങളുടേതായിട്ടുള്ള ലൈഫിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് സെൽഫ് ലവ് കൂടുതൽ ചെയ്തുകൊണ്ട് സക്സസ്ഫുൾ ആവുക, ഷോ ചെയ്ത് കാണിക്കുക നിങ്ങളൊരു വിജയിയാണ് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്ത സമയത്തും നിങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ആ വ്യക്തി വന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല കുറച്ച് മെമ്മറീസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിന് നിങ്ങൾ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ആ വ്യക്തി പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ കൂടെ ആര് നിൽക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. നമ്മുടെ നല്ല ഫ്രണ്ട് ആരാണ്, അല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ട് ആരാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കണ്ടറിയുക,
അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പാരൻസ്, അതുപോലെ തന്നെ മറ്റുള്ള റിലേഷൻഷിപ്സ്, ഐ മീൻ കൊളീഗ്സ്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരിലോട്ടൊക്കെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക, അവരുടെ കൂടെയൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, ലൈഫിൽ കുറച്ച് യാത്രകളൊക്കെ പോവുക. അങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പതിയെ പതിയെ റിക്കവറായിട്ട് വരാനായിട്ട് പറ്റും. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ തനിയെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് റിക്കവർ ആവാൻ ചിലപ്പോൾ കുറച്ച് പ്രയാസമായിരിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം തനിയെ ഇരിക്കുമ്പോഴായിരിക്കും അവർ റിക്കവർ ആവുക. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുക, സെൽഫ് ലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. സെൽഫ് ലവ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള 7 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ചാനലിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ വീഡിയോ കണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. മെയിനായിട്ട് കരിയറിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അവർക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് സ്വയം ഒരു മതിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. പിന്നെ പല ആളുകളും പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അവനില്ലെങ്കിൽ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അവളില്ലെങ്കിൽ പറ്റത്തില്ല, അവളെ കുറിച്ച് ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതാണ്, അല്ലെങ്കിൽ അവനുമായിട്ടുള്ള ലൈഫ് ഞാൻ ഒരുപാട് ഡ്രീം ചെയ്തതാണ്, എനിക്ക് അവനില്ലാത്തൊരു ലൈഫിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറയുന്ന പല ആളുകളുണ്ട്. അതില്ലെങ്കിൽ ഞാനില്ല, അവനില്ലെങ്കിൽ ഞാനില്ല, അവളില്ലെങ്കിൽ ഞാനില്ല, ഇങ്ങനെ പല രീതിയിലും പറയുന്ന ആളുകളുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, അവരെക്കാൾ ബെറ്റർ ആയിട്ടുള്ള എത്രയോ വ്യക്തികൾ ഈ ലോകത്തുണ്ട് അല്ലേ? അവർ മാത്രമല്ലല്ലോ ബെസ്റ്റ്. നമ്മുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ അവർ ബെസ്റ്റായിട്ട് കാണുന്നത്. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള പേഴ്സൺസ് പുറത്തുണ്ട്. അവരെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അവർ നമ്മുടെ ലൈഫിലോട്ട് വരും. മേ ബി ചിലപ്പോൾ ദൈവമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്നും ഈ ഒരു വ്യക്തിയെ കൊണ്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ബ്രേക്കപ്പ് ആക്കിയതായിരിക്കാം. എല്ലാം ഒരു പോസിറ്റീവ് ആംഗിൾ നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ആരും വരത്തില്ല, എന്നെ ആരും സ്നേഹിക്കത്തില്ല, എൻ്റെ ജീവിതം നശിച്ചു, ഇനി എനിക്കൊരു പാർട്ട്ണർ ഉണ്ടാകത്തില്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ബെറ്റർ ആയിട്ടുള്ള ആളുകൾ പുറത്തുണ്ട്. സോ യു ഹാവ് ടു ബിലീവ് ലൈക്ക് ദാറ്റ്. അങ്ങനെ വിശ്വസിക്കുക, മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ പോകുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായി പെട്ടെന്ന് തന്നെ പാച്ചപ്പായിട്ട് വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ടോ ഹെൽപ്പോ ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സൊല്യൂഷൻസ് ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. നമസ്തേ.